ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ 2 1 ഫ്രാക്ഷൻ മെനി ഫോംസ്. ഇതിലെ പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെയും കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, അതേപോലെ തന്നെ ബേസിക് സയൻസ് തുടങ്ങിയ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ കയ്യിൽ ഒരു ലഡു ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഞാനും ഉണ്ട്, എൻ്റെ സിബ്ലിങ്ങും ഉണ്ട്, എൻ്റെ അനിയത്തിയും ഉണ്ട്. അപ്പോൾ 2 പേർക്കും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ലഡുവിനെ 2 പേരാണല്ലോ ഉള്ളത്, ഞാൻ ഹാഫാക്കി, പകുതിയാക്കി. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ആകെ എത്ര ഭാഗങ്ങളുണ്ട്, എത്ര പാർട്ടുണ്ട്? ഞാൻ 2 പാർട്ടായിട്ടാണ് ഇത് ഷെയർ ചെയ്തതല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര പാർട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം 2 പാർട്ട്. അതിൽ എനിക്ക് ഈ പാർട്ടാണ് കിട്ടുക, എൻ്റെ അനിയത്തിക്ക് ഈ പാർട്ടാണ് കിട്ടുക അല്ലേ. അപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ്? ഈ 2ൽ ഒരു പാർട്ടാണല്ലേ, 2 കഷ്ണത്തിൽ ഒരു ഭാഗമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് കിട്ടിയത് എത്രയാണ്? 1/2. അപ്പോൾ 1/2 പാർട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷന്. ഇതിൽ ഈ 1നെ നമ്മൾ എന്ത് പറയും? 1നെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയും. 1നെ എന്ത് പറയും? ന്യൂമറേറ്റർ എന്ന് പറയും. 2നെ, അതായത് താഴെ ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? ഡിനോമിനേറ്റർ എന്നും പറയും. ഡിനോമിനേറ്റർ. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ലഡു ആണ്. നമ്മുടെ ലഡു, നമ്മളെ വീട്ടിൽ 4 പേരുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ 4 പാർട്ടാക്കി. നമ്മുടെ എത്ര പാർട്ടാക്കി? 4 പാർട്ടാക്കി. അപ്പോൾ ആ 4 പാർട്ടാണ് നമ്മൾ താഴെ എഴുതേണ്ടത്. അതാണ് ഡിനോമിനേറ്റർ. ഡൗൺ എന്നുള്ള ഒന്ന് ആലോചിച്ചാൽ മതി. ഡൗണിൽ എഴുതുന്നത് ഡിനോമിനേറ്റർ. ഓക്കെ, 4. അതിലിപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാർട്ട് വീതമാണ് കിട്ടുക അല്ലേ. അപ്പോൾ എനിക്ക് കിട്ടിയത് എത്രയാണ്? 1/4. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിനോമിനേറ്ററും അതേപോലെ തന്നെ നമ്മളിപ്പം ഇതിപ്പോൾ 4 പാർട്ടാക്കിയെന്ന് വിചാരിക്കുക. എനിക്കിതിൽ 2 പാർട്ട് കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എത്രയ്ക്ക് എനിക്ക് കിട്ടിയത് എത്രയാണ്? 2/4 ആണ്. അതായത് 2 പാർട്ട് കിട്ടി. 1 2 2/4. ഇനി എനിക്ക് 3 പാർട്ട് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3/4 ആയിരിക്കും. ഇനി എനിക്ക് 4 പാർട്ട് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 4/4 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/4 എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 1. അതായത് 1 കിട്ടിയതിന് സമാനം. അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്, കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അറിയാം, ഇൻ ദ ഫ്രാക്ഷൻ ദർ ആർ 2 മെയിൻ പാർട്സ്, ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ. 2 പാർട്ടാണുള്ളത്, ഒന്ന് ന്യൂമറേറ്ററും ഒന്ന് ഡിനോമിനേറ്ററും. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഈസ് ദ ടോപ്പ് നമ്പർ ഇൻ എ ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷനിലെ മുകളിലുള്ള സംഖ്യയാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ടെൽസ് us ഹൗ മെനി ഈക്വൽ പാർട്സ് വി ഹാവ്. നമുക്ക് കിട്ടിയത് എത്രയാണ് എന്നാണ് അത് നമ്മളോട് പറയുന്നത്, ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഇനി ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഈസ് ദ ബോട്ടം നമ്പർ ഇൻ ഫ്രാക്ഷൻ. ഫ്രാക്ഷനിലുള്ള ബോട്ടം നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിനോമിനേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ടെൽസ് us ഹൗ മെനി പാർട്സ് സംതിങ് ഈസ് ഡിവൈഡ്. അപ്പോൾ ആകെ മൊത്തം എത്ര ഡിവൈഡ് ചെയ്തു എന്നാണ് ഈ ഡിനോമിനേറ്റർ പറയുന്നത്. അപ്പോൾ ഇന്ന ഫ്രാക്ഷൻ 3/4. ഇപ്പോൾ 3/4 എന്ന ഫ്രാക്ഷനിൽ 3 ഈസ് ദ ന്യൂമിനേറ്റർ. 3 ആണ് ന്യൂമിനേറ്റർ, 4 എന്താണ്? ഡിനോമിനേറ്റർ ആണ്. ഇനി നമുക്ക് ഫ്രാക്ഷൻ നോക്കാം. ആക്ടിവിറ്റി ചെയ്യാം. പേജ് 24ലും 25ലുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യുന്നത്. ഫൈൻഡ് ദ ഫ്രാക്ഷൻ സ്പെസിഫൈഡ് ബിലോ. ദ ഫോം ഓഫ് 1/2 വിത്ത് ഡിനോമിനേറ്റർ 24. അപ്പോൾ ഡിനോമിനേറ്റർ 24 എന്ന് പറയുമ്പോൾ താഴെ എന്ത് വരണം? 24 വരണം അല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടാണ് ഇത് പറയുന്നത്, വളരെ സിമ്പിളായിട്ടാണ്. 1/2 ഇവിടെയാണ് 2 ഡിനോമിനേറ്റർ ആണ്. ഇത് ഇനി എന്താവണം? 24 ആവണം അല്ലേ. അതാണ് നമുക്ക് വേണ്ടത്. ഇനി ഇവിടെ എത്ര ആവും എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ 1/2 എന്ന് പറയുന്നത് 2നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 24 കിട്ടിയത്? 12 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 24 കിട്ടിയത്. അപ്പോൾ നമ്മൾ അതിനെ തന്നെ 1/1 ഇൻറ്റു 12 ചെയ്താൽ 12/24 കിട്ടും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നത് എന്താണ്? 1/2 ആണ്. പിന്നെ നമുക്ക് ഡിനോമിനേറ്റർ 24 ആവണമെന്ന് പറഞ്ഞു. ഈ 2 24 ആവണമെങ്കിൽ നമ്മൾ
12 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതേ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്റർ ഇൻറ്റു ചെയ്താൽ നമുക്ക് പുതിയ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിട്ടും. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തേൻ്റെ ആൻസർ എത്രയാണ്? ആദ്യത്തേൻ്റെ ആൻസർ 12/24. ഫസ്റ്റ് ആൻസർ എത്രയാണ്? 12/24. ഇനി അടുത്തത് ദ ഫോം ഓഫ് 1/2 വിത്ത് ന്യൂമറേറ്റർ 24. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? ന്യൂമറേറ്റർ 24 ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, ന്യൂമറേറ്റർ 24 ആനാണ് പറഞ്ഞത്. അപ്പം 1/2. ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് മേലുള്ള നമ്പറാണ്, 24 ആവണം. താഴെ എത്ര ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 1നെ 24 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 24 കിട്ടിയത്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ 2നെയും 24 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 2നെ 24 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 48 ആണ്. അതായത് 24ൻ്റെ ഡബിൾ 48 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? രണ്ടാമത്തതിൻ്റെ ആൻസർ എത്രയാണ്? 24/48. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പോഫ് ഓഫ് 1/3 വിത്ത് ഡിനോമിനേറ്റർ 24. അപ്പം ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൗൺ ആണല്ലേ, ഡൗണിലുള്ള സംഭവമാണ്. ഇപ്പോൾ 1/3 എഴുതുക, ഡിനോമിനേറ്റർ 24 ആണ് ആവേണ്ടത്. അപ്പം 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 24 കിട്ടുക? നമുക്ക് 3നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമ്മൾ 24 കിട്ടുക. ഇതിന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തറവായിട്ട് പഠിക്കണം. 3 × 8 ആണ് 24. അപ്പോൾ നമ്മൾ എന്താണ്? 1നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്തു, അപ്പോൾ നമുക്ക് 8 ഇട്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 8/24. എത്രയാണ്? 8/24. നെക്സ്റ്റ് സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഇവിടെ വ്യത്യാസം എന്താണ്? ന്യൂമറേറ്റർ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താണ്? മുകളിലുള്ള സംഖ്യയാണ്. അപ്പം 1/3 ഇവിടെ 24 ആണ് ന്യൂമറേറ്റർ. അപ്പോൾ 1 × 24 ആണ് 24. അപ്പോൾ നമ്മൾ എന്താണ്? 3 × 24 ചെയ്യണം. 3 × 24 എത്രയാണെന്ന് നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കുക. 24 × 3. 3 × 4 12. ബാലൻസ് ഒന്ന് ഇവിടെ ഇട്ട്. 3 × 2 6. 6 + 1 7. 72 ആണ്. 3 × 24 എന്ന് പറയുന്നത് 72 ആണ്. നമ്മുടെ ആൻസർ എത്രയാണ്? 24/72. ഇപ്പം നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങൾക്ക് കിട്ടി. ഇനി അടുത്തത് എന്താണ്? ദ ഫോം ഓഫ് 1/4 വിത്ത് ന്യൂമറേറ്റർ 100. ഓക്കെ. അപ്പോൾ ന്യൂമറേറ്റർ 100 ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ന്യൂമറേറ്റർ 100 ആവുമ്പം ന്യൂമറേറ്റർ 100 ആവണം. നമ്മുടെ 1/4 ആണ്. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള സംഖ്യയാണ്, നമ്പറാണ്. അപ്പോൾ ന്യൂമറേറ്റർ 100 ആയി. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ 1 × 100 ആണ് 100. അപ്പോൾ 4 × 100 ആയിരിക്കും 400. അപ്പോൾ ഡിനോമിനേറ്റർ എത്രയാണ്? 400 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 100/400. വളരെ സിമ്പിളാണ്. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തറോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അടുത്തത് റൈറ്റ് 3 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 1/3. 1/3ൻ്റെ 3 ഡിഫറൻസ് ഫോം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 1/4 എന്ന് നമ്മൾ എഴുതി. ആദ്യം നമുക്ക് 1 × 1 ആണല്ലോ ഇത്. ഇനി നമുക്ക് 1 × 2 നോക്കാം അല്ലേ. 1/4 × 2 × 2. അതായത് നമ്മൾ രണ്ടിനെയും ഒരേ നമ്പർ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോം കിട്ടുള്ളൂ. അപ്പോൾ 1 × 2 എന്ന് പറയുമ്പോൾ 2, 4 × 2 എന്ന് പറയുമ്പോൾ 8. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2/8. ഇനി നമുക്ക് 1/4നെ അടുത്ത നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇനി നമുക്ക് 3 എടുക്കാം അല്ലേ. 3 × അല്ലേ 1/4 × 3/3 നമ്മൾ ചെയ്തു. 1 × 3 3, 4 × 3 12. ഓക്കെ. ഇനി നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം? 4 കൊണ്ട് ചെയ്യാം. 1/4 × 4/4. 1 × 4 എന്ന് പറയുന്നത് 4, 4 × 4 എന്ന് പറയുന്നത് 16. ഓക്കെ. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫോംസ് കിട്ടി. ഒന്ന് 2/8, 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ. അടുത്തത് 3/12, 3 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ. അടുത്തത് 4/16, അത് നമുക്ക് 4 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തത് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഫോർ ഈച്ച് പെയർ ഓഫ് ഫ്രാക്ഷൻ ബിലോ ഫൈൻഡ് 3 ഫോംസ് വിത്ത് ദ സെയിം ഡിനോമിനേറ്റർ. ഇവിടെ എന്താ പറഞ്ഞാൽ? സെയിം ഡിനോമിനേറ്റർ വേണമെന്നും, സെയിം ഡിനോമിനേറ്റർ ആണ് വേണ്ടതെന്നും. അതായത് ഡിനോമിനേറ്റർ എന്തായിരിക്കണം? ഒരേ നമ്പർ ആയിരിക്കണം. ആദ്യത്തേത് നോക്കാം. 1/2 1/3 ആണ്.
അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡിനോമിനേറ്റർ ഒരേപോലെ വരണമെങ്കിൽ 2ൻ്റെയും 3ൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന നമ്പർ ആയിരിക്കണം നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 6നെ എടുക്കാം. 1 × 3 3, 2 × 3 6 ആണല്ലോ. അപ്പോൾ നമുക്ക് 6നെ എടുക്കാം. അപ്പോൾ 3/3 കൊണ്ട് നമ്മൾ 1നെയും അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഇൻറ്റു ചെയ്തു. അപ്പോൾ 1 × 3 3, 2 × 3 6. അതേപോലെ 1/3 എടുത്തു. 1/3 × 2/2 ദാറ്റ് ഈസ് 2/6. ഓക്കെ, ഇത് ഒരു ഫോം ആയിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ ഫോം നമുക്ക് നോക്കാം. 1/2. ഇനി നമുക്ക് ഏതെടുക്കാം? നമുക്ക് ഇനി 12 കിട്ടുന്ന അതേപോലെ എടുക്കാം. ഓക്കെ, 12. അപ്പോൾ 1/2 × 12 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 6/6 ചെയ്യണം അല്ലേ? അപ്പോൾ 1 × 6 6, 2 × 6 12. ഇനി 1/3 എടുക്കാം. ഓക്കെ, നമുക്ക് 12 കിട്ടണമെങ്കിൽ നമ്മൾ 1/3നെ എന്തുകൊണ്ട് ചെയ്യണം? 1/3നെ 4 കൊണ്ടാണ് ചെയ്യേണ്ടത്. 4/4. 1 × 4 4, 3 × 4 12. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഫോം നോക്കാം. ഓക്കെ, മൂന്നാമത്തേത് 1/2 ഇൻറ്റു, ഇനി നമുക്ക് 9 ചെയ്യാം. ഒരേ ഡിനോമിനേറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് 18 ആണ് അടുത്ത ഡിനോമിനേറ്റർ. അപ്പോൾ 2 × 9 18, 1 × 9 9. ഇനി അടുത്ത 1/3 എന്ന് പറയുമ്പോൾ 8 നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 6 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. നല്ല നമുക്ക് 8 കിട്ടും. 3 × 6 18. അതേപോലെ തന്നെ 1 × 6 6 6/18. അപ്പോൾ ആദ്യത്തെ ഫോമിൽ നമുക്ക് എന്തൊക്കെ കിട്ടി? 3/6 2/6 6/12 4/12 9/18 6/18. അങ്ങനെ നമുക്ക് 3 ഫോംസും കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് 1/2 1/2ഉം 1/4ഉം ആണ്. അത് നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. 1/2 1/2 1/4. 1/2 നമുക്ക് 1/4ഉം ആണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് 8 എടുത്ത് നോക്കാം. 8 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ 8 ഡിനോമിനേറ്റർ ആണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 4 1 × 4 4, 2 × 4 4/8 കിട്ടി. ഇനി നമുക്ക് ഇവിടെ 8 കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്? 2 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. 2/2. 1 × 4 1 × 2 2, 4 × 2 8. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആൻസർ കിട്ടി. എത്രയാണ്? 4/8 2/8. ഇനി അടുത്ത ഫോം 3 ഫോമാണ് ഓരോന്നിൻ്റെയും കാണാൻ പറഞ്ഞത്. അടുത്തത് നമുക്ക് 1/2 1/4 അല്ലേ? അപ്പോൾ നമ്മളിത് അടുത്തത് 16 എടുക്കാം. 1/2 ഇൻറ്റു നമുക്ക് 16 കിട്ടണമെങ്കിൽ നമ്മൾ 8 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. 1 × 8 8, 2 × 8 16. ഓക്കെ, 8/16. ഇനി അടുത്തത് നമുക്ക് 1/4 നോക്കാം. ഇവിടെ 16 ആണ്. അപ്പോൾ 4ൻ്റെ 16 ആകുമ്പോൾ നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1 × 4 4, 4 × 4 16. ഓക്കെ, 4/16. അപ്പോൾ രണ്ടാമത്തെ ഫോം ഏതാണ്? 8/16ഉം അതേപോലെ തന്നെ 4/16. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് 24 നമുക്ക് ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം 1/2 ആണ്. 24 വരണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 12 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതേപോലെ നമ്മൾ മേലെ ഇൻറ്റു ചെയ്യണം. 1 × 12 12, 2 × 12 24. അപ്പോൾ നമുക്ക് ആദ്യത്തെ എത്ര കിട്ടി? 12/24 കിട്ടി. ഇനി രണ്ടാമത്തേത് നമുക്ക് എങ്ങനെ ചെയ്യാം? 1/4 ആണ്. 24 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലും നമുക്ക് 24 കിട്ടുക? 6 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ 6/6. 1 × 6 6, 4 × 6 24. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ഇനി ഒന്നുകൂടി ഉണ്ട്. ലാസ്റ്റ് 1 ഏതാണ്? മൂന്നാമത്തേത് 1/3 1/4. 1/3 നമുക്ക് എങ്ങനെ ചെയ്യാം? 1/3 1/4. ഓക്കെ, ആദ്യം നമുക്ക് 12 തന്നെ എടുക്കാം. 12 കിട്ടണമെങ്കിൽ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതേപോലെ നമ്മൾ മേലെ ഇൻറ്റു ചെയ്യണം. 4 കൊണ്ട് 1 × 4 4, 3 × 4 12. ഇനി അതേപോലെ ഇവിടെയും 12 കിട്ടണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്യണം? 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3/3 1 × 3 3, 4 × 3 12. ഓക്കെ, ഇനി അടുത്തത് 3 ഫോമാണല്ലോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ഇനി 1/3
1/4. ഇനി നമുക്ക് 24 ആണ് ഡിനോമിനേറ്റർ വരുന്നതെന്ന് വെക്കാം. അപ്പോൾ 24 3 എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 24 കിട്ടുക? നമുക്ക് 8 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ്. അപ്പോൾ 8/8 നമ്മൾ ഇൻറ്റു ചെയ്തു. 1 × 8 8, 3 × 8 24. അതേപോലെ തന്നെ നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 24 കിട്ടുക? 6 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ്. അപ്പോൾ നമ്മൾ 6/6 ഇൻറ്റു ചെയ്തു. 1 × 6 6, 4 × 6 24. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫോമും കൂടി നോക്കാം. 1/3 1/4. അടുത്ത നമുക്കിനി 36 എടുത്ത് നോക്കാം. 36 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലോ 36 12 കൊണ്ട് ഇൻറ്റു ചെയ്താലോ 3 × 12 36. അതേപോലെ നമ്മൾ മേലെ ഇൻറ്റു ചെയ്യണം. 1 × 12 12. ഇനി അടുത്തത് 36 ആണ്. അതായത് 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 36 കിട്ടുക? 4നെ 9 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് കിട്ടുക. 1 × 9 9, 4 × 9 36. ഓക്കെ, അത്രയാണ് നമുക്ക് ആ ഒരു മൂന്നാമത്തെ സെക്ഷനിലുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. 1/2 1/3ൻ്റെ നമുക്ക് എന്തൊക്കെ എഴുതാം? 3/6 2/6, അതേപോലെ 6/12 4/12, പിന്നെ 9/18 6/18. ഇതാണ് ആദ്യത്തേൻ്റെ നമ്മൾ 3 ഡിഫറെൻറ്റ് ഫോം ചെയ്തത്. ഇനി രണ്ടാമത്തെ നമുക്ക് എന്തൊക്കെയാണ്? 1/2ൻ്റെ നമ്മൾ എന്തൊക്കെ ചെയ്തു? 4/8 4/8 2/8. ഇതൊരു പെയറാണ്. ഇനി അടുത്ത 8/16 4/16, അതും ഒരു പെയറാണ്. ഇനി അടുത്തത് 12/24 6/24. അങ്ങനെ നമ്മൾ 3 പെയർ ചെയ്തു. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യന് നമ്മളത് 1/3 1/4 ആയിരുന്നു. അത് നമ്മുടെ ഏതൊക്കെയാണ് നമ്മൾ ചെയ്തത്? 4/12, അതേപോലെ 3/12 ഒരു പെയർ, പിന്നെ അതേപോലെ 8/24 6/24 ഒരു പെയർ, പിന്നെ 12/36 9/36 ഒരു പെയർ. അപ്പോൾ നമ്മൾ അത് മുഴുവനും കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡസ് 1/3 ഹാവ് അനദർ ഫോം വിത്ത് ഡിനോമിനേറ്റർ 10 100 ഓർ തൗസൻഡ്സ്? ഗീവ് റീസൺ. അപ്പം 1/3ക്ക് നമുക്ക് ഡിനോമിനേറ്റർ 100 ഒക്കെ വരുമോ? ഒരിക്കലും വരില്ല. കാരണം എന്താണ്? 1/3 എന്ന് പറയുന്നത് എന്താണ്? 1/3. ഇതിന് ഡിനോമിനേറ്റർ നമ്മൾ 100 വരണമെങ്കിൽ ഒരിക്കലും വരില്ല. അത് കാരണം എന്താണ്? ഇതിൻ്റെ മൾട്ടിപ്പിൾസ് 100 ആവണം. 3ൻ്റെ മൾട്ടിപ്പിൾസിൽ ഒരിക്കലും 100 വരില്ല. ഇപ്പോൾ 3 6 9 12, അതേപോലെ തന്നെ 15 18, അതേപോലെ 21 24 27 ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മൾ പോയി നമ്മൾ ഏകദേശം എവിടെ എത്തും? ഇപ്പോൾ നമ്മൾ 90, അതായത് 90 എത്തി, പിന്നെ 93 എഴുതി, 96 എഴുതി, പിന്നെ 99 കഴിഞ്ഞാൽ പിന്നെ 102 ആണ് വരുന്നത്. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഒരിക്കലും 100 വരില്ല. കാരണം 3 എന്താണ്? ഓഡ് നമ്പറും ആണ്. ഈ 100 10 100 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈവൻ നമ്പറും ആണല്ലേ. 10 100 1000 ഒക്കെ ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 10 100 1000 ആർ നോട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 3. ആർ നോട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. മൾട്ടിപ്പിൾസ് ഓഫ് 3 ആർ നോട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 3. 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല ഈ 10ഉം 100ഉം. അതുകൊണ്ട് ഒരിക്കലും എന്താണ് ഇതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് പേജ് നമ്പർ 24ഉം 25ഉം ആണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്